ഹായ് ഗായ്സ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കാശിക്കോട്ടനായിട്ട് ഞങ്ങൾ പോയത് നല്ലില ജംഗ്ഷനിലെ പള്ളിയും ക്രിസ്മസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ചെന്നപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ലൈറ്റ്സൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വന്നപ്പോൾ വീട്ടിൽ കരോട് വന്നു. ആ ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ട അവനൊരു പാൻറ് എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു മന്തിയും മേടിച്ചിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ മാക്കം കഴിച്ചു. അപ്പോഴാണ് ഫോണിൽ കിരണാൻ്റെ കോൾ വരുന്നത്. കോൾ കേട്ടോണ്ട് ഞങ്ങൾ ചാടി അളിയാ വാ നമുക്ക് കൊല്ലത്തോട്ട് വന്നു. കൊല്ലത്തല്ലേ ക്രിസ്മസ്, ചുമ്മാതല്ല പറയുന്നത് കൊല്ലം കണ്ടവനില്ല വേണ്ടെന്ന്. കൊല്ലത്ത് ബി പാർക്കിലേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലത്തെത്തിയിട്ട് നമ്മളെ സ്വന്തം തങ്കശ്ശേരിയിലോട്ട് പോയി. തങ്കശ്ശേരി പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയാണ് കഥയിൽ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണാം, നമ്മൾ കൊല്ലം ബീച്ചിൽ വാടി പോർട്ടാണ് കാണുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടന്മാർ നമ്മളെ ബോട്ടിൽ കടലിൽ കൊണ്ട് ഇങ്ങനെയൊക്കെ പോയെങ്കിലും എൻ്റെ നിലവിളി അവിടെ ഉറക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ അതിനകത്തിരുന്ന് അവസാനം പിന്നെ കരയേണ്ട സ്ഥിതി വരെ വന്നു. പക്ഷേ പേടിക്കാവുന്നില്ലായിരുന്നു, അവർ നല്ല സ്ട്രോങ് ആണ്. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെയൊക്കെ കഷ്ടപ്പാടിനൊക്കെ. ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവർ നമുക്ക് ഒരു ദിവസം മീൻ കൊണ്ടുവരുന്നത്. നമ്മൾ കൊണ്ടുവരുമ്പോൾ 100 രൂപയ്ക്ക് 5 ചാള മതി, 5 ചാളേ ഉള്ളോ എന്ന് നമ്മൾ ചോദിക്കും. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ചേട്ടന്മാരൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്. ഇവരാണ് സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഇന്നലത്തെ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഇപ്പം സമയം 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് വന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ.